നമസ്കാരം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ രാജി വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. കാലാവധി അവസാനിക്കാൻ 2 വർഷം ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചത്? ചോദ്യങ്ങൾ അവസാനിക്കുന്നതേയില്ല. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? പുതിയ പദവിയിലേക്ക് മോദിയുടെ ഏത് പ്രിയപ്പെട്ടവനെ നിയമിക്കാനാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്? നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. 2025 ജൂലൈ 21 ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തന്റെ പദവിയിൽ നിന്ന് രാജിവെച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ രാജിയെന്ന് ധൻകർ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ രാജി ആരോഗ്യ പ്രശ്നങ്ങളുടെ മാത്രം ഫലമാണോ അതോ മറ്റു രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഭാഗമാണോ എന്ന ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഈ രാജി വാർത്ത BBC അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. BBC റിപ്പോർട്ടുകൾ പ്രകാരം ഈ രാജി രാഷ്ട്രീയ വൃത്തങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ധൻകറിന്റെ രാജിയുടെ പശ്ചാത്തലം എന്താണ്? അതിന്റെ കാരണങ്ങൾ BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നതാണോ വസ്തുത? അടുത്ത ഉപരാഷ്ട്രപതി ആരാണ്? ഈ രാജിയിലൂടെയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ജഗ്ദീപ് ധൻകറിന്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജഗ്ദീപ് ധൻകർ 2022 ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേൽക്കുന്നത്. 74 വയസ്സുള്ള ധൻകർ രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയിൽ പാർലമെന്റിന്റെ ഉപരിസഭയിൽ നിർണായകമായിട്ടുള്ള പങ്കുവച്ചിട്ടുണ്ട്. 2027 വരെ അദ്ദേഹത്തിന്റെ കാലാവധി തുടരേണ്ടതുണ്ടായിരുന്നു. എന്നാൽ 2025 ജൂലൈ 21 മൺസൂൺ സെഷന്റെ ആദ്യ ദിനത്തിൽ അദ്ദേഹം തന്റെ രാജി പ്രസിഡന്റിന് സമർപ്പിച്ചു. ആരോഗ്യ പരിപാലനത്തിന് മുൻഗണന നൽകാനും വൈദ്യോപദേശം പാലിക്കാനുമെന്നാണ് അദ്ദേഹം രാജിക്കത്തിൽ പറഞ്ഞത്. ധൻകർ മാർച്ചിൽ ഡൽഹിയിലെ എയിംസിൽ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അതിനുശേഷവും അദ്ദേഹം സജീവമായി തന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചത്. എന്നാൽ ജൂൺ 25 നൈനിറ്റാളിൽ ഒരു പ്രസംഗത്തിനിടെ അദ്ദേഹം ബോധം കെട്ട് വീണുപോയ ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ഉപരാഷ്ട്രപതിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു. BBC റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത്? ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ ഊഹാപോഹങ്ങൾ എന്തൊക്കെയാണ്? BBCയുടെ റിപ്പോർട്ട് പ്രകാരം ധൻകറിന്റെ രാജി അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ധൻകർ രാജി സമർപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാജ്യസഭയിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുകയും ഹൈക്കോടതി ജഡ്ജ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ 50ലധികം MPമാർ ഒപ്പുവിട്ട ഇംപീച്ച്മെന്റ് നോട്ടീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഈ രാജിയിൽ കാണുന്നതിനപ്പുറം എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. ധൻകർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ടിയിരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ 2 മന്ത്രിമാർ പങ്കെടുത്തിരുന്നതിനാൽ അപമാനിതനായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവം ധൻകറിന്റെ രാജിയിലേക്ക് നയിച്ചേക്കാമെന്നാണ് ചില വൃത്തങ്ങളുടെ അഭിപ്രായം. ശിവസേനയുടെ വക്താവ് ആനന്ദ് ദുബായ് ഈ തീരുമാനം ശരിയായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് എന്നാണ് വിമർശിച്ചത്. കോൺഗ്രസ് MP അഖിലേഷ് പ്രസാദ് സിംഗ് രാജിക്ക് മണിക്കൂറുകൾക്ക് മുൻപ് ധൻകറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ആരോഗ്യവാനായി തോന്നിയെന്നും രാജിയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകിയിട്ടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. രാജിയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്നാണ് ഇനി പറയുന്നത്. ധൻകറിന്റെ രാജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു സംഭവമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ VV ഗിരിയും R വെങ്കടരാമനും മാത്രമാണ് ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ചവർ. ഇരുവരും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് രാജിവെച്ചതും. എന്നാൽ ധൻകറിന്റെ രാജി ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. ആർക്കും ഒരു സൂചനയുമില്ലാതെ ധൻകർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിനാണ് എന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഈ രാജിയിൽ രാഷ്ട്രീയ ഗൂഢാലോചനകളാണ് ആരോപിക്കുന്നത്. ധൻകറിന്റെ രാജ്യസഭാ ചെയർമാനായുള്ള കാലയളവിൽ പ്രതിപക്ഷവുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ശ്രദ്ധേയമായിരുന്നു. പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇത് സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് ധൻകറിന്റെ അവസാന ദിനത്തിൽ രാജ്യസഭയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഗവൺമെന്റിനെ അപ്രതീക്ഷിതമായി കുഴപ്പത്തിലാക്കിയേക്കാമെന്ന് ചില റിപ്പോർട്ടുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ധൻകറിന്റെ രാജിയിലൂടെ ചില കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിത നീക്കം നടത്തിയതെന്ന റിപ്പോർട്ടുകളും പറയപ്പെടുന്നുണ്ട്. അതായത് മറ്റെന്തോ മറയ്ക്കാൻ വേണ്ടി BJP സർക്കാർ നടത്തിയ നാടകമാണോ ഈ രാജി എന്ന തലത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. രാജിക്കത്തിൽ പരാമർശിക്കുന്ന
പരാമർശിക്കുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. കത്തിൽ പരാമർശിക്കുന്നത് പോലെ തന്നെ ധൻകർ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് രാജിവെക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയെ ആ സ്ഥാനത്ത് ഇരുത്തേണ്ടതുണ്ടല്ലോ. അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കും എന്ന ചർച്ചകളും ചൂടുപിടിച്ചു തുടങ്ങി. ധൻകറിന്റെ രാജിയെ തുടർന്ന് ഉപരാഷ്ട്ര പദവി ഒഴിഞ്ഞു കിടക്കുകയാണ് നിലവിൽ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് താൽക്കാലികമായി രാജ്യസഭയുടെ ചുമതലകൾ നിർവഹിക്കും. പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ 60 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പും നടത്തേണ്ടതുണ്ട്. അതായത് 2025 സെപ്റ്റംബർ 19-നകം BJP നേതൃത്വത്തിലുള്ള NDA ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതിയാകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ഹരിവംശ് നാരായൺ സിംഗ് തന്നെയാണ്. നിലവിലെ ഗവർണർമാർ അതുപോലെ മുതിർന്ന BJP നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ എന്നിവർ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ പരിഗണിക്കപ്പെടുന്നവരാണ്. ധൻകറിന്റെ രാജി ഒരു വശത്ത് ആരോഗ്യ പ്രശ്നങ്ങളാൽ നിർബന്ധിതമായ ഒരു തീരുമാനമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. എന്നാൽ രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ ഈ രാജിയുടെ സമയവും പശ്ചാത്തലവും വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. മൺസൂൺ സെഷന്റെ ആദ്യ ദിനത്തിൽ പ്രതിപക്ഷം ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് അങ്ങനെ ഒരു സമയത്ത് ധൻകർ രാജിവെച്ചത് BJPക്ക് ഒരു വലിയ തിരിച്ചടിയായിട്ട് കാണുമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷം ധൻകറിന്റെ രാജ്യസഭാ ചെയർമാനായുള്ള പ്രവർത്തനങ്ങളെ വളരെയധികം പക്ഷപാതപരമാണ് എന്ന് വിമർശിച്ച് നിരവധി തവണ രംഗത്ത് വന്നിരുന്നു. അതായത് BJP സ്വഭാവമാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ, അതായത് പ്രതിപക്ഷ നേതാക്കളുടെ പ്രധാനപ്പെട്ട വിമർശനം. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ രാജി ഗവൺമെന്റിന്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ ഫലമോ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായുള്ള ഏറ്റുമുട്ടലുകൾ മൂലമുള്ള മർദ്ദനത്തിന്റെ ഫലമോ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. BBC റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ധൻകർ രാജിവെച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഒരു അനൗപചാരിക കൂടിക്കാഴ്ച ഈ രാജിയുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ സൂചനകളാണ് നൽകുന്നത്. ജഗ്ദീപ് ധൻകറിന്റെ രാജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു കാരണമായിരിക്കാം. എന്നാൽ രാഷ്ട്രീയ വൃത്തങ്ങളിലെ ഊഹാപോഹങ്ങൾ ഈ രാജിയുടെ പിന്നിൽ മറ്റു ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന സംശയമാണ് ഉയർത്തുന്നത്. BJP നേതൃത്വത്തിലുള്ള NDA അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയ സന്തുലനവും ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ രാജി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അനിശ്ചിതത്വങ്ങളെയും സങ്കീർണതകളെയും പ്രതിഫലിപ്പിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങൾക്കും വഴിവെക്കും. BBC അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഒരു പരാജയമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ച് കാണുന്നത്.